നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ ത്രിവേണി മൊബൈൽ വാഹന യൂണിറ്റുകളുടെ പ്രവർത്തനം നിലച്ചു. പുത്തനങ്ങാടിയിലെ ഗോഡൌണിന് സമീപം മൊബൈൽ യൂണിറ്റിന്റെ 5 വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. പാല കൊച്ചിടപ്പാടി ജംഗ്ഷനിൽ വാഹന ടെസ്റ്റ് നടത്തുന്നയിടത്ത് വൈദ്യുതി പോസ്റ്റ് തകർന്നു വീണു. പോസ്റ്റ് മറിഞ്ഞു വീണത് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിൽ. ഒഴിവായത് വൻ ദുരന്തം. ഇടുക്കി പാറേമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വീൽചെയറും സ്ട്രെച്ചറും ഇല്ല. കിടപ്പ് രോഗികളായി എത്തുന്നവർ ദുരിതത്തിൽ. ദുരവസ്ഥ ദിനംതോറും നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആതുരാലയത്തിൽ. അധികൃതർക്ക് അനാസ്ഥയെന്നും ആക്ഷേപം. പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കൊല്ലപ്പള്ളി കവലവഴിമുക്കം മങ്കര റോഡിലെ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചു. പാലത്തിലെ അബൺമെന്റിനോട് ചേർന്നുള്ള റിംഗ് വാൾ തകർന്നു. പാലം അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കാൻ നിർദ്ദേശം നൽകി മാണി സി കാപ്പൻ MLA. വാർത്തകൾ വിശദമായി. സാധാരണക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങളും പലചരക്ക് സാധനങ്ങളും ന്യായവിലയിൽ ഗ്രാമപ്രദേശങ്ങളിൽ എത്തിച്ചിരുന്ന ത്രിവേണി മൊബൈൽ വാഹന യൂണിറ്റുകളുടെ പ്രവർത്തനം കോട്ടയം ജില്ലയിൽ നിലച്ചു. കൺസ്യൂമർ ഫെഡിന്റെ കോട്ടയം പുത്തനങ്ങാടി ഗോഡൌണിന് സമീപം മൊബൈൽ യൂണിറ്റിന്റെ 5 വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലും മൊബൈൽ യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നു. ഏറ്റുമാനൂർ, പുതുപ്പള്ളി എന്നിവിടങ്ങളിലെ യൂണിറ്റുകളാണ് ഏറ്റവും ഒടുവിൽ പൂട്ടിയത്. മറ്റു മണ്ഡലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നത്. ത്രിവേണി, നന്മ സ്റ്റോറുകളിലെ ഉൽപ്പന്നങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ഈ വാഹനങ്ങളിലാണ് എത്തിച്ചിരുന്നത്. മലയോര മേഖലകൾക്കും പടിഞ്ഞാറൻ മേഖലകൾക്കും ഒരേപോലെ പ്രയോജനകരമായിരുന്നു ഇത്തരം മൊബൈൽ യൂണിറ്റുകൾ. ചെറിയ ഇടവഴികൾ കൂടി പോലും പോകാവുന്ന വിധത്തിലുള്ള വാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. നിശ്ചിത റൂട്ടുകളിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തിയിരുന്നു. മഴക്കാലത്തടക്കം ത്രിവേണിയുടെ വാഹനത്തിലുള്ള കച്ചവടം ഏറെ ഉപകരിച്ചുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. മലയോര മേഖലകളിൽ പലരും കിലോമീറ്ററുകൾ നടന്നും വാഹനങ്ങളിലും എത്തിയാണ് കൺസ്യൂമർ ഫെഡ് സാധനങ്ങൾ വാങ്ങിയിരുന്നത്. പടിഞ്ഞാറൻ മേഖലയിലും ഇതേ അവസ്ഥയായിരുന്നു. തീരപ്രദേശങ്ങളിലുള്ളവർക്കായി ഫ്ലോട്ടിംഗ് ത്രിവേണി സൂപ്പർ സ്റ്റോറും പ്രവർത്തിച്ചിരുന്നു. ഇതിന്റെ പ്രവർത്തനവും നിലച്ചു. പ്രവർത്തനം നിലച്ചതോടെ കാഞ്ഞിരം ജെട്ടിയുടെ ഒരു ഭാഗത്താണ് ബോട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. സംരക്ഷണം ഇല്ലാതായതോടെ ബോട്ടിൽ വെള്ളം കയറി പകുതിയും മുങ്ങി. അറ്റകുറ്റപ്പണിക്ക് 1 ലക്ഷം രൂപയായിരുന്നു എസ്റ്റിമേറ്റ്. 50 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഫ്ലോട്ടിംഗ് സ്റ്റോറിന് 10,000 ചതുരശ്ര അടി വിസ്തീർണമാണ് ഉണ്ടായിരുന്നത്. പൊതു അവധി ദിവസങ്ങളിൽ ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഉൾനാടൻ ജലഗതാഗത സർവീസിന്റെ മാതൃകയിൽ പ്രധാന ബോട്ട് ജെട്ടികളിൽ സൂപ്പർ സ്റ്റോർ പാർക്ക് ചെയ്തിരുന്നു. പലചരക്ക് സാധനങ്ങൾക്ക് പുറമെ പഴം, പച്ചക്കറി വിൽപ്പനയും ഉണ്ടായിരുന്നു. സഞ്ചരിക്കുന്ന ത്രിവേണി മാർക്കറ്റുകൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല ഈരാറ്റുപേട്ട റൂട്ടിൽ കൊച്ചിടപ്പാടി ജംഗ്ഷനിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു വീണു. ഇന്ന് രാവിലെ 10-15ഓടെയായിരുന്നു സംഭവം. ഈ പോസ്റ്റിന് ചുവട്ടിലാണ് മിക്കവാറും ദിവസങ്ങളിൽ വാഹന ടെസ്റ്റിംഗ് നടക്കാറുള്ളത്. ടെസ്റ്റിംഗിനായി നിരവധി വാഹനങ്ങൾ ഈ പോസ്റ്റിന് താഴെയും സമീപത്തായും പാർക്ക് ചെയ്യാറുണ്ട്. നിരവധി ആളുകളും ഇവിടെ നിൽക്കുന്നത് പതിവാണ്. ഒട്ടേറെ വാഹനങ്ങൾ ഇതുവഴി എപ്പോഴും കടന്നു പോകുന്നതുമാണ്. ഇന്ന് ശനിയാഴ്ച ടെസ്റ്റിംഗ് ഇല്ലാത്തതും അപകട സമയം വാഹനങ്ങൾ കടന്നു വരാതിരുന്നതും മൂലം വൻ ദുരന്തം ഒഴിവായി. വിവരമറിഞ്ഞ് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഇടുക്കി പാറേമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ വീൽചെയറും സ്ട്രെച്ചറും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു. കിടപ്പ് രോഗികളായി എത്തുന്നവർ ഏറെ ബുദ്ധിമുട്ടിലാണ്. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും അനാസ്ഥയാണ് ഉപകരണങ്ങൾ ഇല്ലാത്തതിന് കാരണമെന്നാണ് ആക്ഷേപം. ഇടുക്കി പാറേമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് വീൽചെയറും സ്ട്രെച്ചറും ഇല്ലാത്തത്. കിടപ്പ് രോഗികളായി എത്തുന്നവർക്ക് അത്യാവശ്യം വേണ്ട ഉപകരണങ്ങളാണ് ആശുപത്രിയിൽ ഇല്ലാത്തത്. ആകെയുള്ള ഒരു വീൽചെയറും സ്ട്രെച്ചറും കാലപ്പഴക്കം മൂലം യഥാസമയം പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ്. ആശുപത്രിയിലേക്ക് ഇറങ്ങുന്നതിന് പടിക്കെട്ടുകൾ ഉള്ളതിനാലും നടക്കുവാൻ ബുദ്ധിമുട്ടായി എത്തുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജില്ലാസ്ഥാനത്തെ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രി കാണുന്നത്, അവിടെ ധാരാളം നല്ല ട്രീറ്റ്മെൻറ്റുമാണ്, നല്ല ഡോക്ടർമാരും ഉണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സ്ട്രെച്ചറില്ല, ഒരു വീൽ ചെയറില്ല. ആകെ ഒരു സ്ട്രെച്ചറും വീൽ ചെയറുമാണ് ജില്ലാ ആശുപത്രിയിൽ, ആയുർവേദ ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികൾ വരുന്നതാണ്. അത് രണ്ടും ഉരുളത്ത് പോലുമില്ല. അത്യാവശ്യമായിട്ട് ഒരു പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് ഒരു 2-3 വീൽ ചെയറും 2-3 സ്ട്രെച്ചറെങ്കിലും മേടിക്കുവാനുള്ള ഒരു നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിനംതോറും നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആതുരാലയം കൂടിയാണ് ഇടുക്കി പാറേമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. എന്നാൽ
ഇവിടെ ഭാരതീയ ചികിത്സാ വകുപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയോ ഇക്കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുന്നില്ല എന്നതാണ് വസ്തുത. ആശുപത്രി അടിസ്ഥാന സൗകര്യ വികസനം ഇനിയും ഏറെ സാധ്യമാകാനുണ്ട്. എങ്കിലും അതിലേറെ പ്രാധാന്യമുള്ളതാണ് വീൽചെയറും സ്ട്രെച്ചറും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കൊല്ലപ്പള്ളി കവലവഴിമുക്ക് മങ്കര റോഡിലെ പുളിച്ചമാക്കൽ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചു. പാലത്തിന്റെ അബൺമെന്റിനോട് ചേർന്നുള്ള റിംഗ് വോൾ തകർന്നതിനെ തുടർന്നാണ് നിരോധനം. കഴിഞ്ഞ ദിവസമാണ് ഭിത്തി തോട്ടിലേക്ക് തകർന്നു വീണത്. ഏറെ നാളുകളായി പാലത്തിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലായിരുന്നു. പാല PWD റോഡ് ഡിവിഷന്റെ കീഴിൽ വരുന്ന ഈ പാലം കടനാട് ഭരണങ്ങാനം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ്. പാലത്തിനോട് ചേർന്ന് പ്രവിത്താനം ഭാഗത്തേക്കുള്ള 50 മീറ്റർ റോഡ് ഭാഗം കരൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ്. പ്രവിത്താനം മങ്കര ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പാലത്തിന് 200 മീറ്റർ മുൻപ് ഇടത്തോട്ട് തിരിഞ്ഞ് അന്തിനാട് ക്ഷേത്രത്തിന് മുൻപിലൂടെ പാല തൊടുപുഴ ഹൈവേയിൽ പ്രവേശിച്ച് സഞ്ചരിക്കാവുന്നതാണ്. പാലം അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കാൻ മാണി സി കാപ്പൻ MLA ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകി. എരുമേലി കരിങ്കല്ല് മൂഴിയിൽ റോഡിലെ കുഴികൾ അപകട ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം ഈ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട് 2 ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ശബരിമല പാതയിൽ നിന്ന് എരുമേലി റാന്നി റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് റോഡിൽ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. 2 മാസത്തിനു മുൻപും ദേശീയപാത അതോറിറ്റി ഈ കുഴി ടാർ ചെയ്ത് അടച്ചതാണ്. അതിനു മുൻപ് ഈ കുഴി കോൺക്രീറ്റ് ചെയ്തും അടച്ചിരുന്നു. അമിത ലോഡുമായി ടോറസുകൾ റാന്നി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് കുഴി രൂപപ്പെടുന്നത്. ചെറിയ കുഴികൾ ദിവസങ്ങൾ കൊണ്ട് വലിയ കുഴികളായി മാറുകയും ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ ചാടി നിയന്ത്രണം നഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത്. സെന്റ് മേരീസ് തീർത്ഥാടന കേന്ദ്രമായ തിരുവല്ല കല്ലൂപ്പാറ വലിയ പള്ളിയിൽ 15 നോമ്പാചരണത്തിനും വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനും തുടക്കമായി. ചെന്നൈ ഭദ്രാസനം മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ പിലക്സിനോസ് കൊടിയേറ്റി. ഓഗസ്റ്റ് 15-ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പുഴുക്ക് നേർച്ച എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ശേഷമാണ് ചെന്നൈ ഭദ്രാസനം മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ പീലക്സിനോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 15 നോമ്പാചരണത്തിനും വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനും തുടക്കം കുറിച്ച് കൊടിയേറ്റിയത്. ഇടവക വികാരി ഫാദർ ബിനോ ജോൺ നെടുങ്ങാത്ര, അസിസ്റ്റന്റ് വികാരി ഫാദർ ദിബു വി ജേക്കബ്, ഫാദർ KY വിൽസൺ, ഫാദർ അനു വർഗീസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. വാഴ്ത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വെടിപ്പുള്ളതായി തീരട്ടെ. മറിയാമിൻ സ്മരണം വരദായകമാകാ കൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനുവോർ ദൈവപ്രസവേത്രീ കന്യകമ. കല്ലൂപ്പാറ സെന്റ് മേരീസ് വലിയ പള്ളി പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ പുണ്യ ദേവാലയമാണ്. അത് വർഷങ്ങൾക്കോ ദശകങ്ങൾക്കോ അല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന പരിശുദ്ധ പുണ്യഭൂമിയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദേവാലയമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെയുള്ള തീയതികളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളുമായി അനുബന്ധമായി ഈ പള്ളിയുടെ വലിയ പെരുന്നാൾ നടത്തുകയാണ്. 1-ാം തീയതി മുതൽ വിശുദ്ധ കുർബാനയും ധ്യാനവും സുവിശേഷ യോഗങ്ങളും കൗൺസിലിങ്ങും കൺവെൻഷൻ യോഗങ്ങളും പെരുന്നാൾ ശുശ്രൂഷകളും നേർച്ചകളും കാഴ്ചകളുമായി നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് വിശ്വാസികൾ, അത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നല്ല, എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ജാതി വിഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തി അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയാണ്. അതിൻ്റെ തുടക്ക ദിവസമാണ് ഇന്ന്. ഓഗസ്റ്റ് 1-ാം തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ച് പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങൾ, തുടർന്നുള്ള മണിക്കൂറുകൾ, മിനിറ്റുകൾ, നിമിഷങ്ങളെല്ലാം അനേകായിരം വിശ്വാസികളെയും കൊണ്ട് ഈ പുണ്യഭൂമി നിറയുവാൻ പോവുകയാണ്. 10-ാം തീയതി ഞായറാഴ്ച രാവിലെ 7-ന് ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് മെറിറ്റ് അവാർഡ് വിതരണം നടക്കും. ഉച്ചയ്ക്ക് 2:30-ന് നടക്കുന്ന മരിയൻ പുരസ്കാര സമ്മേളനം പത്തനംതിട്ട ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ സേവന ആതുര ശുശ്രൂഷാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന മരിയൻ പുരസ്കാരം 2025 കൊട്ടാരക്കര ആശ്രയ സൊസൈറ്റിക്ക് മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത സമർപ്പിക്കും. കലയപുരം ജോസ് പുരസ്കാരം ഏറ്റുവാങ്ങും.
15-ാം തീയതി രാവിലെ 7-ന് ഡോക്ടർ യുഹാനോൻ മാർ തേവോദോറോസ് മെത്രാപ്പൊലിത്തയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും. തുടർന്ന് പുഴുക്ക് നേർച്ച ആരംഭിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 5:30-ന് സന്ധ്യാനമസ്കാരം, ഗാന ശുശ്രൂഷ, വചന ശുശ്രൂഷ എന്നിവയ്ക്കും വിവിധ ദിവസങ്ങളിലെ സമ്മേളനങ്ങൾക്കും ശുശ്രൂഷകൾക്കും ഫാദർ ഷിനു തോമസ്, ഫാദർ ജോം സാം മാത്യു, ഫാദർ ജെറിൻ ജോർജ്, ഫാദർ മർക്കോസ് ജോൺ, ഫാദർ എബി ടി സാമുവേൽ, ഫാദർ ബ്രിൻസ് അലക്സ് മാത്യു, ഫാദർ സോണി വി മാണി, ഫാദർ കെ വി തോമസ്, ജോസഫ് എം പുതുശ്ശേരി എന്നിവർ നേതൃത്വം നൽകും. ഇടവക വികാരി ഫാദർ ബിനോ ജോൺ നെടുങ്ങാത്ര, സഹവികാരി ഫാദർ ദിബു വി ജേക്കബ് വടക്കേടത്ത്, ട്രസ്റ്റി സി എ വർഗീസ് വെള്ളാപ്പള്ളിയിൽ, സെക്രട്ടറി സജു കുര്യൻ പറങ്കി മാമൂട്ടിൽ, കൺവീനർ മാത്തുള്ള ചാക്കോ കുന്തറയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. നിരവധി ഭക്തിഗാനങ്ങളും കവിതകളും ഉൾപ്പെടെ നിമിഷ നേരങ്ങൾ കൊണ്ട് വെള്ളത്താളുകളിൽ കോറിയിടുകയാണ് വൈക്കം ബെന്നി എന്ന നാട്ടിൻപുറത്തുകാരൻ. വയനാട് ഉരുൾപൊട്ടലിന്റെ തീരാത്ത ദുരന്ത ഓർമ്മകൾ കവിതകളാക്കി ദുരന്തത്തിന്റെ 1-ാം വർഷത്തിൽ ആ മലയോര നാടിന് സമർപ്പിച്ചു വൈക്കം ബെന്നി. വയനാട് എന്ന മലയോര ഗ്രാമത്തിനെ കണ്ണീരിലാഴ്ത്തിയ ചൂരൽമല ദുരന്തത്തിൽ വേദനിക്കുന്നവരോടുള്ള അലിവും സ്നേഹവും കവിതകളാക്കി ദുരന്തത്തിന്റെ 1-ാം വാർഷികത്തിൽ ബെന്നി ആ മലയോര നാടിന് സമർപ്പിച്ചു. കടുത്തുരുത്തി കീഴൂർ സ്വദേശിയാണ്. മുളക്കുളം പഞ്ചായത്ത് 10-ാം വാർഡിലാണ് ബെന്നി താമസിക്കുന്നത്. റബ്ബർ ടാപ്പിങ്ങും കൃഷിക്കാരനുമായ ബെന്നി വാർത്താമാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ജോലി സമയങ്ങളിൽ മനസ്സിൽ കവിതകളാക്കി ചിട്ടപ്പെടുത്തി ഒഴിവു സമയങ്ങളിൽ കടലാസിൽ പകർത്തുകയാണ് ചെയ്യുന്നത്. എനിക്ക് ടാപ്പിങ്ങും പിന്നെ അത്യാവശ്യം കൂലിപ്പണി പോകും. പിന്നെ ഇപ്പം സീസൺ ഈ ഷെയ്ഡ് ഒട്ടിക്കാണല്ലോ, അപ്പം ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ ഷെയ്ഡ് ഒട്ടിക്കാൻ പോകും. അല്ലാത്ത ദിവസം വീട്ടിലും സ്ഥലം പണികൾ അല്ല ചില പണികളൊക്കെ ആയിട്ടൊന്ന് പോകും. അപ്പം ഞാനിങ്ങനെ പണിയെടുക്കുമ്പോഴും ഞാൻ ചിന്തിക്കും, അപ്പം വാർത്ത കേട്ടൊക്കെ അല്ലേ ഇറങ്ങുന്നത്, അപ്പം അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കാം, ഇത് അങ്ങനെയാണല്ലോ, നമുക്ക് അന്ന് ഇങ്ങനെ വാക്കുകളൊക്കെ കുറിക്കാം. അപ്പോൾ എനിക്ക് തരം കിട്ടുമ്പോൾ ഞാനിതുപോലെ ബുക്കുമായിട്ടാണ് കട്ടിലിരിക്കുള്ളേ. അപ്പം അന്നേരം ഇങ്ങനെയുള്ള ഓരോ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ഞാനത് കുറിച്ച് വയ്ക്കും. എന്നിട്ട് അതിനോട് ചേർന്ന് നമ്മുടെ ആ തന്മയത്വത്തോടുള്ള വാക്കുകളും അറിവുകളും വെച്ച് അത് കൂട്ടിച്ചേർക്കുക. ഞാൻ വാർത്തകൾ നിരന്തരം, ഞാൻ എപ്പോഴും വാർത്ത കേൾക്കുള്ളൂ, എല്ലാ ചാനലും വാർത്ത കേട്ടുകൊണ്ടിരിക്കുക. അപ്പം അത് അക്കമിട്ട് ഞാൻ ഓരോ വരികളും കുറിക്കുക മാറും. അതെല്ലാം കൂടെ മൊത്തം ഞാൻ കണക്കൂട്ടി കൊണ്ടുവന്ന് എഴുതിയിരിക്കുന്ന കവിതയാണ് മുണ്ടക്കൈ. വയനാടിൻ്റെ മക്കൾക്കായെന്നാണ് ഞാൻ അതിൻ്റെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. കവിതകൾ തൻ്റെ ഇടവക വികാരിയും കലാകാരനുമായ ഫാദർ ജോസഫ് വയലിലുമായി പങ്കുവച്ച് ക്രിസ്തീയ ഗാനങ്ങൾ ഉൾപ്പെടെ പള്ളിക്കോയറിൽ പാടിക്കും. കവിതകളും ഒക്കെ എഴുതി വരുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ള ആരാധനാഭാവവും ഭക്തിഭാവവും അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് വേദനിക്കുന്നവരോടുള്ള അദ്ദേഹത്തിൻ്റെ അലിവും സ്നേഹവും ഒക്കെ. അത് ചൂരൽമലയിലെ ദുരിതമുണ്ടായ അവസരത്തിൽ അദ്ദേഹം ഒരു കവിത എഴുതുകയും അതിനകത്ത് അത് വളരെ സ്പഷ്ടമായിട്ട് അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാടിൻ്റെ നൊമ്പരമേ അർജുൻ മാറിയ നൊമ്പരവും കേരള മക്കൾ സഹിക്കില്ല. വയനാടിൻ്റെ നൊമ്പരമേ അർജുൻ മാറിയ നൊമ്പരവും കേരള മക്കൾ മരിക്കില്ല. മുണ്ടക്കൈയിൽ കണ്ടകലി കാലിയർ പുഴയിലടിഞ്ഞല്ലോ. മുണ്ടക്കൈയിൽ കണ്ടകലി. മുഖ്യമന്ത്രിമാരായിരുന്ന ഉമ്മൻചാണ്ടിയെയും VS അച്യുതാനന്ദനെയും ജനങ്ങൾ എത്രത്തോളം നെഞ്ചിലേറ്റി എന്നതിനുള്ള തെളിവാണ് അവരുടെ വിയോഗത്തിൽ മണിക്കൂറുകൾ നീണ്ട വിലാപയാത്രകൾ. ആ വിലാപയാത്രകൾ കവിതകളാക്കി ബെന്നി ദൃശ്യപ്രേക്ഷകർക്കായി പങ്കുവച്ചു. സൂര്യാസ്തമയങ്ങൾ വണങ്ങി നിന്നു വിയർപ്പിൻ വിരകത്തിൽ പങ്കുചേർന്നു. പെയ്തു തീരാത്ത മഴയും കണ്ണുനീർ വാർത്തവർ മാറി നിന്നു. ഗർജിക്കും സിംഹങ്ങൾ
മോഹമായി നിന്നു അലറുന്ന സിംഹം കടന്നുപോയി. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ബെന്നി ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെ 150ഓളം കവിതകൾ രചിച്ചിട്ടുണ്ട്. പാപങ്ങളെല്ലാം ഞാനറിഞ്ഞു, ഭാരങ്ങളെല്ലാം ഞാൻ ചുമന്നു, ഭാരപ്പെട്ടു ഞാൻ കുരിശു വഹിച്ചു, ഗാഗുൽപ്പമലയിൽ ഞാനലിഞ്ഞു. ഇടവക അംഗങ്ങളും നാട്ടുകാരും ബെന്നിയുടെ ഭാര്യ ജെസിയും മകൻ വിജോയിയും മകൾ ബിൻസിയും രചനകൾക്ക് കട്ട സപ്പോർട്ടുമായി കൂടെ തന്നെയുണ്ട്. പഞ്ചായത്ത് മെമ്പറാണ്. ഇവിടുത്തെ പൊതുരംഗത്ത് നമ്മൾ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിൽ എഴുവൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊരു കലാകാരൻ വളർന്നു വരുന്നതിന് ഏറ്റവും വലിയ ആശംസ നേരുകയാണ് നമുക്ക്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിലായിട്ട് ചൂരമ്മലേനെ പറ്റിയും ഉമ്മൻചാണ്ടിനെ പറ്റിയും കൊറോണ കാലത്തും ഇപ്പോൾ VS സച്ചിദാനന്ദനെ പറ്റിയും പുള്ളി വിവിധ കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ്. ഞാനിപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഭൂമിതൻ ദുഃഖം. ഭൂമി സഹിച്ച് പീഡനങ്ങളും കൊലപാതകങ്ങളും എല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഭൂമിയെക്കുറിച്ച് 2 വാക്കുകൾ ഞാൻ കവിതയിലൂടെ അവതരിപ്പിക്കുക. ഭൂമി ദുഃഖം ആരറിയുന്നു, സോദരിയേ, ഭൂമി ദുഃഖം ആരറിയുന്നു. ന്യൂസ് ബ്യൂറോ, വൈക്കം. സോദരിയേ. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരൂർ പഞ്ചായത്തിൽ 35 മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു. അന്തീനാട് SBI ജംഗ്ഷൻ, അന്തീനാട് വൈറ്റ്ഫീൽഡ് വില്ല ജംഗ്ഷൻ, കൊല്ലംകുന്ന് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 4 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസമ്മ ബോസ്, പഞ്ചായത്ത് മെമ്പർമാരായ സ്മിത ഗോപാലകൃഷ്ണൻ, ലിസമ്മ ടോമി, ഫാദർ ആന്റണി കൊല്ലിയിൽ, ഷാജി വട്ടക്കുന്നേൽ, ബാബു കാവുകാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇപ്പോൾ 97 മിനി മാസ്റ്റ് ലൈറ്റുകൾ നമ്മുടെ ഈ ഭരണങ്ങാനം ഡിവിഷനിലെ ഭരണങ്ങാനം, കടനാട്, കരൂര്, മീനച്ചിൽ എന്നീ 4 പഞ്ചായത്തുകളിലായിട്ട് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം 100ാമത് ലൈറ്റിന്റെ ഉദ്ഘാടനം നമ്മൾ അല്പം ആഘോഷമായിട്ട് നടത്തുവാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലേറെ പങ്കും കരൂർ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് നമ്മൾ 3 ലൈറ്റുകൾ നമ്മളിപ്പോൾ അന്തീനാട് SBI ജംഗ്ഷൻ നമ്മുടെ കാവുകാട്ട് പിതാവിന്റെ ജന്മഗൃഹത്തിന് മുൻവശം ഒരു ലൈറ്റ് ഇപ്പോൾ സ്ഥാപിച്ച് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കൊല്ലംകുന്ന് ജംഗ്ഷനിൽ ഇപ്പോൾ നടക്കുന്നു. ഇതിനുശേഷം നമ്മൾ വൈറ്റ്ഫീൽഡ് വില്ല ജംഗ്ഷനിൽ ഒരു മിനിമാസ് ലൈറ്റ് കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കരട് ഡിവിഷൻ വിഭജന നിർദ്ദേശങ്ങളിൽ എരുമേലി ഡിവിഷനെ നിർണയിച്ചതിനെതിരെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത്. എരുമേലിയെ സംബന്ധിച്ച് അശാസ്ത്രീയമായ നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് അവരുടെ പരാതി. തെരഞ്ഞെടുപ്പ് ഡീലിമിറ്റേഷന്റെ ഹിയറിംഗിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ വിഷയം സംബന്ധിച്ച് പരാതി ഉന്നയിച്ചു. കഴിഞ്ഞ 31-ന് തിരുവനന്തപുരത്ത് തൈക്കാട് റെസ്റ്റ് ഹൌസിൽ നടന്ന ഹിയറിംഗിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളാണ് ആക്ഷേപം ഉന്നയിച്ചത്. ആക്ഷേപം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷണർ അറിയിച്ചു. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രകാശ് പുളിക്കൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം K രാജേഷ്, CPI മണ്ഡലം കമ്മിറ്റി അംഗവും എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റ് വാർഡംഗവുമായ അനുശ്രീ സാബു എന്നിവർ ഹിയറിംഗിൽ പങ്കെടുത്തു. ഡിവിഷൻ വിഭജനം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എരുമേലി ടൗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളെ മറ്റ് ഡിവിഷനിലേക്ക് മാറ്റിയാണ് കരട് നിർദ്ദേശത്തിലുള്ളത്. കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലേക്കാണ് എരുമേലി ടൗണിനോട് ചേർന്നുള്ള ചില പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എരുമേലി ജില്ലാ ഡിവിഷനിൽ ഉൾപ്പെട്ടിരുന്ന ചേനപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലാണ് കരട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മാറ്റി എരുമേലി ഡിവിഷനിൽ നിലനിർത്തണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. മണിമല ബ്ലോക്ക് ഡിവിഷനെ ജില്ലാ പഞ്ചായത്ത് എരുമേലി ഡിവിഷനിൽ ഉൾപ്പെടുത്തിയത് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതി പ്രദേശം ജില്ലാ പഞ്ചായത്ത് എരുമേലി ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റുന്നത് അശാസ്ത്രീയമാണെന്ന് എരുമേലി ഡെവലപ്മെന്റ് കൗൺസിൽ ആരോപിച്ചു. എരുമേലിയോട് ചേർന്ന് കിടക്കുന്ന മണങ്ങല്ലൂർ, കൊരട്ടി, കണ്ണിമല, വെൺകുറിഞ്ഞി പ്രദേശങ്ങൾ എരുമേലി പഞ്ചായത്തിനോട് ചേർക്കണമെന്നും ടൗണിൽ മേൽപ്പാലം നിർമ്മിക്കരുതെന്നും റിംഗ് റോഡുകൾ വികസിപ്പിക്കണമെന്നും ടൗൺ വാഹനമുക്തമാക്കി പേട്ടതുള്ളലിനായി വിശുദ്ധപാതയാക്കി മാറ്റണമെന്നും എരുമേലി ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികളായ മേജർ MG വർഗീസ്, ബാബു തോമസ്, MK രാജൻ, KP മോഹനൻ, സണ്ണി ഓലിക്കൽ, KN ശ്രീകുമാർ എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, എരുമേലി. പീരുമേട് മാർ ബെസേലിയോസ് ക്രിസ്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന സലൻഡോ 2025 ബിരുദദാന ചടങ്ങ് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രശസ്ത ശാസ്ത്രജ്ഞനും DRDO ഡയറക്ടർ ജനറലുമായ ഡോക്ടർ മനു കോരുള പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ബിരുദങ്ങൾ സമ്മാനിച്ചു. പുതിയ ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്ന എഞ്ചിനീയർമാർ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പഠനത്തിൽ മികവ് തെളിയിച്ച കോളേജിലെ വിദ്യാർത്ഥികളെയും ഡിപ്പാർട്ട്മെന്റ് ടോപ്പർമാരെയും മെഡലുകൾ നൽകി ആദരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ VI ജോർജ് സ്വാഗതവും ഡയറക്ടർ ഡോക്ടർ ഉമ്മൻ മാമൻ അധ്യക്ഷ പ്രസംഗവും പ്രൊഫസർ ഏലിയാസ് ജോൺസൺ, PTA വൈസ് പ്രസിഡന്റ് ജോജി ഇടക്കുന്നിൽ എന്നിവർ ആശംസകൾ നേർന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ മീനു സജി നന്ദിയും രേഖപ്പെടുത്തി. This is something most important, which is formed due to the effect of the other thing. This is unique. This is a unique identity. Each and every individual has this unique identity. This identity makes you creative. This identity makes you innovative. This identity makes you what you are. It is called the expectations that you have about you, the expectations that the society have on you. The society should not say, this fellow, I don't have any expectations. The parents should not say, this boy, I don't have any expectations. The teachers should not say, this boy, I don't have any expectations. Ranks among the top performers, showcasing intellectual brilliance. Culture of innovation on campus. He secured 4th as a university counselor in his 3rd year and general secretary in his 4th year. Qualities. He successfully secured a project grant from KGU's experience and has secured a position as a plant engineer. Communication engineering, architecture, others. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി രൂപീകരിച്ചിട്ട് 15 വർഷം. SPCയുടെ 15ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി SB സ്കൂളിലെത്തി കുട്ടികളുമായി സംവദിച്ചു. സംസ്ഥാന ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും 2010 രൂപം കൊടുത്ത പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി. ഓഗസ്റ്റ് 2 കേരളത്തിലാകെ 127 സ്കൂളുകളിലായി 11,176 ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് SPC എന്ന ചുരുക്കപ്പേരിലറിയപ്പെടുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. SPCയുടെ 15ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി SB സ്കൂളിലെത്തി കുട്ടികളുമായി സംവദിച്ചു. ഒപ്പം SPCയുടെ 15ാമത് ബർത്ത്ഡേയുടെ കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകി. തുടർന്ന് SHOയുടെ നേതൃത്വത്തിൽ വിവിധതരം ആയുധങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തി. പോലീസിന്റെ സേവനങ്ങളെക്കുറിച്ചും പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുട്ടികളോട് വിശദീകരിച്ചു. സാധാരണ ആരുടെയൊക്കെ ബർത്ത്ഡേ ആകുമ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങളുടെ പുറത്തുള്ള പ്രവർത്തിക്കുന്ന ആൾക്കാർ, ജോലിക്ക് പോയിരിക്കുന്ന ആൾക്കാർ എല്ലാവരും തിരികെ വരും ബർത്ത്ഡേ ആഘോഷിക്കാൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ SB സ്കൂളിലെ SPCയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ അപ്പാടെ ഇവിടെ ഇത് ശരിക്കും ഒരുപക്ഷെ നമ്മളുടെ SPCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് സ്റ്റേഷൻ അപ്പാടെ മുഴുവൻ പേര്, ഏകദേശം മുഴുവൻ പേരും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സ്കൂളിലെത്തി കുഞ്ഞുങ്ങളോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ഫോർച്ചുനേറ്റാണ്. എത്രമാത്രം കരുതലും എത്രമാത്രം സ്നേഹവും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നതോടൊപ്പം ഞങ്ങൾ തിരിച്ചും തരുന്നുണ്ടെന്നുള്ള തെളിവാണ് ഇത്. സാധാരണഗതിയിൽ ഒരു ചടങ്ങെന്ന രീതിയിൽ ആഘോഷം നടത്തി പോകുന്നതിന് പകരം നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള സന്ദേശമാണ് ഇതുകൊണ്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത്.
റെസ്പോൺസിബിളായിട്ട് വളരുക എന്നുള്ള കൺസെപ്റ്റോടുകൂടി വിജയസാറിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ SPC എന്നുള്ള പ്രോജക്റ്റ് ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടപ്പാക്കുന്നുണ്ട്. അത്ര ബൃഹത്തായ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആ പ്രോജക്റ്റിന്റെ മഹത്വം എന്താണ്, ഇതുകൊണ്ട് എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഉദ്ദേശിക്കുന്നതെന്നുള്ള ബോധവും അങ്ങനെയുള്ള വിവേകവും നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ട് വേണം ഇതിനകത്ത് പ്രവർത്തിക്കാൻ. അല്ലാതെ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ടോണി ചെത്തിപ്പുഴ, പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ റോജീവ് വല്ലയിൽ, ഹെഡ്മാസ്റ്റർ വിനോദ് ബാബു, DI-മാരായ പ്രവീൺ P, അജേഷ് PV, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ തോമസ് VC, ബോബി സെബാസ്റ്റ്യൻ, തോമസ് ജോർജ്, റിൻസ് വർഗീസ്, ലിയോ മാത്യു ഫിലിപ്പ്, ലാലിച്ചൻ ജോസഫ്, അഖിൽ S, അലീന ബിജു, വർഷ M എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റേഴ്സിനെ ജയിൽ മോചിതരാക്കിയതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും കള്ളക്കേസ് പിൻവലിച്ച് മാപ്പ് പറയാൻ ഛത്തീസ്ഗഡ് BJP സർക്കാർ തയ്യാറാകണമെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശമനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുമുള്ള പൗരന്റെ മൗലിക അവകാശത്തിനെ ചോദ്യം ചെയ്യുന്ന വർഗീയവാദികളെ ജയിലിൽ അടയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും സജി ആവശ്യപ്പെട്ടു. നാനാജാതി മതസ്ഥർ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഭാരതമാണ് നമുക്ക് വേണ്ടതെന്നും സജി പറഞ്ഞു. ഛത്തീസ്ഗഡിൽ വർഗീയ തീവ്രവാദികൾ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത മലയാളി സിസ്റ്റേഴ്സിന് ജാമ്യം നൽകിയതിനെ സ്വാഗതം ചെയ്യുന്നു. ജാമ്യം നൽകൽ മാത്രമല്ല, സിസ്റ്റേഴ്സിനെതിരെയുള്ള കള്ളക്കേസ് അടിയന്തരമായി പിൻവലിച്ച് മാപ്പ് പറയാൻ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് തയ്യാറാവണം എന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശമനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അതിൽ പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശത്തിനെതിരെ ചോദ്യം ചെയ്യുന്ന ഏത് മത തീവ്രതകളായിക്കോട്ടെ അവർക്കെതിരെ അവരെ തുറങ്കിലടയ്ക്കാനാണ് ഗവൺമെൻറ് തയ്യാറാവേണ്ടത് എന്ന ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ അല്ലെങ്കിൽ തീവ്രവാദികളെ തുറങ്കിലടയ്ക്കുവാൻ തയ്യാറാവണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഇത് ക്രൈസ്തവരും മുസൽമാനും ഹൈന്ദവനും അടങ്ങുന്ന നാനാജാതി മതസ്ഥർ ഒരുമയോടുകൂടി ജീവിക്കേണ്ട ഒരു ഭാരതമാണ് മഹാത്മജി ഇവിടെ നമുക്ക് ആ സ്വാതന്ത്ര്യം അതിനുവേണ്ടിയാണ് നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. അമൃത് കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് അനുവദിച്ച 6 കോടി രൂപ ചെലവഴിച്ച് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള കണക്ഷനുകൾ കൊടുത്തതിന്റെ നഗരസഭാതല ഉദ്ഘാടനം ചോരക്കുടിയിൽ നടന്നു. 420 കണക്ഷനുകൾ നിലവിൽ കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള കണക്ഷനുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അംബിക രാജേന്ദ്രൻ, ജിജി ഷാനവാസ്, കൗൺസിലർമാരായ സുമ വിശ്വംഭരൻ, സന്ധ്യ PR, വാർഡ് കൗൺസിലർ ലില്ലി സണ്ണി, റോബിൻ ജോൺ, അനിൽ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. അമൃത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നഗരസഭയുടെയും സംയുക്ത പദ്ധതിയായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ 500 കുടുംബങ്ങൾക്കാണ് നമ്മൾ ഇതുവഴി കണക്ഷൻ കൊടുക്കാൻ ലക്ഷ്യമിട്ടിരുന്നത്. അതിൽ 420 എണ്ണം കൊടുത്ത് പൂർത്തീകരിക്കാൻ നമുക്ക് ഇന്ന് സാധിച്ചു കഴിഞ്ഞു. ഇനി ഒരു 100 പേർക്കും കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു വാർഡിൽ വെച്ച് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ വാർഡ് കൗൺസിലർ നൽകിയിട്ടുള്ള പ്രാധാന്യം അനുസരിച്ച് ഓരോ വീട്ടിലും ആവശ്യമുള്ളവർക്ക് കണക്ഷൻ നൽകാനുള്ള ശ്രദ്ധ ഈ കൗൺസിലർ ലില്ലി സണ്ണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മളിന്ന് ഇവിടെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നഗരസഭയ്ക്കുള്ളിൽ 400ഓളം കണക്ഷൻ നമ്മൾ കൊടുക്കുകയുണ്ടായി. പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയും ഒരുപക്ഷെ കുറേ കൂടി കണക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ ഡിവിഷനിൽ തന്നെ കുറേയേറെ കണക്ഷൻ നമ്മൾ നൽകിയിട്ടുണ്ട്. മൂഴിയിൽ നിന്നും കൂത്താട്ടുകുളം വരെയുള്ള പൈപ്പ് ലൈൻ ഒത്തിരി പഴക്കം ചെന്ന പൈപ്പ് ലൈൻ ആയതുകൊണ്ട് മിക്കപ്പോഴും പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം യഥാസമയത്ത് ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നഗരസഭാ ഭരണസമിതി മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 6 കോടി രൂപ നമുക്ക് ഈ പൈപ്പ് ലൈൻ മാറ്റിയിടുന്നതിന് വേണ്ടി കൂത്താട്ടുകുളം നഗരസഭയ്ക്കായി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.